ബിടെക്, BSc അതേപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 2026 ലഭിച്ച ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസിൽ ഒന്നാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഒരു യൂണിഫോം പോസ്റ്റ് ആണ്. ഇതേപോലെ കേരള PSCയിൽ വരുന്ന മറ്റൊരു യൂണിഫോം പോസ്റ്റ് ആണ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഈ രണ്ട് പോസ്റ്റുകൾ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമുണ്ട്. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഒരു യൂണിഫോം പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അതേപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കമ്പാരിസണിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇത് ലീഗൽ മെട്രോളജി ആണ്, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. അതേപോലെ SI ഓഫ് പോലീസ് ആണെങ്കിൽ കേരള സിവിൽ അല്ലെങ്കിൽ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പേ സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ 43,400 മുതൽ 91,200 ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ 45,600 മുതൽ 95,600 വരെയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി SI ഓഫ് പോലീസിന്റെ 1 ഇയർ ആണ്. ഇവിടെ 3 ഇയർ വാലിഡിറ്റി വരുന്നുണ്ട്. ഓക്കെ, ദെൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ട്രെയിനിങ് ആണ്. ഇവിടെ പോലീസ് ട്രെയിനിങ് ആണ്. പ്രൊമോഷൻ 2 ഇയേഴ്സ് ആണ് രണ്ടിലും വരുന്നത്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി 18 to 36 ആണ്. SI നമ്മൾ നോക്കുകയാണെങ്കിൽ 20 to 31 ആണ്. ക്വാളിഫിക്കേഷൻ കമ്പാരിസണിലേക്ക് വരുമ്പോൾ BSc, BTech ഓർ ഡിപ്ലോമ പ്ലസ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എനി ഡിഗ്രി എന്താണ് പോസിബിൾ ആണ്. ഇവിടെ ഫിസിക്സ് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അതായത് BSc എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എക്സ്പീരിയൻസ് റിക്വയർഡ് ഫോർ ഡിപ്ലോമക്കാർക്ക് മാത്രമാണ്. ഇവിടെ എന്തില്ല, എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. SI ഓഫ് പോലീസ് ഞാൻ ഈ കമ്പാരിസൺ എടുക്കുന്ന എന്തിനാന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ മലയാളം ലാംഗ്വേജ് രണ്ടുപേർക്കും റിക്വയർഡ് ആണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം കിടക്കുന്നത്. അതായത് ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. എന്നാൽ SI ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്ന് മാത്രമല്ല മെഡിക്കൽ ടെസ്റ്റും വരുന്നത് ഇവിടെ വരുന്നില്ല. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ ആ ഒരു മെഡിക്കൽ ടെസ്റ്റും എന്ത് ചെയ്യുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ എന്താണ്, SI ഓഫ് പോലീസിൽ അത് വരുന്നുണ്ട്. ഇനി ജെൻഡർ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഇതിൽ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെയാണ് SI ഓഫ് പോലീസിലും. ഓക്കെ, ജോബ് നാച്ചർ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ഇൻസ്പെക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ഫീൽഡ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് ആണ് വരുന്നത്. കരിയർ ടൈപ്പ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നിക്കൽ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ യൂണിഫോംഡ് സർവീസ് ആയിരിക്കും SI ഓഫ് പോലീസിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ മെഡിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും എന്നുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചില സ്റ്റാൻഡേർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് SI ഓഫ് പോലീസിന് മാത്രമാണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ ഇത്തരത്തിലുള്ള യാതൊരു ഡാറ്റയും ഇല്ല. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഡാറ്റ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുക്കാനുള്ള കാരണം ഇത് SI ഓഫ് പോലീസ് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അവിടെ അങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സബ് ഇൻസ്പെക്ടറിന്റെ ആണ്. ഇവിടെ ഹൈറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 165, ഫീമെയിലിന് 160 പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് 81.28 പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. വിഷൻ 6/6 പറഞ്ഞിട്ടുണ്ട്. ദെൻ മെഡിക്കൽ ഫിറ്റ്നസ് മാൻഡേറ്ററി എന്നുള്ള രീതിയിൽ ഇതെല്ലാം സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഡേറ്റ നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കാണാൻ കഴിയില്ല, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഡേറ്റയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇതിൽ കുറെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ 100 മീറ്റർ റണ്ണ് 14 സെക്കൻഡ് ഉണ്ട് ഫോർ മെയിൽ കാൻഡിഡേറ്റ്. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെന്റിമീറ്റർ, ഷോർട്ട് പുട്ട് ഉണ്ട്. അതേപോലെ തന്നെ ത്രോ ബോൾ 6,006 സെന്റിമീറ്റർ, അതേപോലെ തന്നെ റോപ്പ് ക്ലൈംബിങ്, റോളപ്പ്, അതേപോലെ തന്നെ എൻഡ്യൂറൻസ്. ഇതെല്ലാം എന്താണ്, അതായത് 1,500 മീറ്റർ 5 minutes 44 seconds കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ ക്രൈറ്റീരിയ അവരുടെ നോട്ടിഫിക്കേഷനിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ ഇല്ല. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഒരാളും അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇവിടെ ഒരു ഫിസിക്കൽ ടെസ്റ്റും ഇല്ല, ഫിസിക്കൽ സ്റ്റാൻഡേർഡും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് BSc ഫിസിക്സ്, അത് കെമിസ്ട്രി കഴിഞ്ഞ ആൾക്കാർ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ BTech എനി ബ്രാഞ്ച്, ഏത് ബ്രാഞ്ച് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് മാത്രം. അതും എക്സ്പീരിയൻസിന്റെ കാര്യം ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്, അത് ഡിപ്ലോമക്കാർക്ക് മാത്രമാണ് ഈ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്.
ബിടെക്കാർക്കും ഡിഗ്രിക്കാർക്കും എക്സ്പീരിയൻസിന്റെ യാതൊരു ആവശ്യമില്ല. അപ്പം ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് SI നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷനും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഏറ്റവും എന്താ പറയുക സോഷ്യൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു പോസ്റ്റാണ്. മാത്രമല്ല കുറച്ചുകൂടി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. നമ്മൾ ഈ SI ഓഫ് പോലീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. മാത്രമല്ല പൊളിറ്റിക്കൽ പ്രഷർ എന്ന് പറയുന്നത് ലെസ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള യൂണിഫോം പോസ്റ്റിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച സമയം. നിങ്ങൾക്കറിയാം കേരള PSCയുടെ എക്സാംസുകളൊക്കെ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ടോപ്പിക്കുകൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജിയും ഈ സബ്ജക്ട് സിലബസ് കവറേജും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസും കൃത്യമായിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന മോട്ടിവേഷണൽ സെഷൻസും മെന്റർഷിപ്പും എല്ലാം ചേർന്നിട്ടുള്ള മോക്ക് ടെസ്റ്റും റിവിഷനും ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് എൻട്രി തയ്യാറെടുത്തിട്ടുള്ളത്. അപ്പൊ എൻട്രിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉടൻ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി സമയം പാഴാക്കരുത്. 2026 നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താനുള്ള ശ്രമം ഇന്ന് തന്നെ ആരംഭിക്കുക. 2026 ഒരു പുതിയ തുടക്കമാവട്ടെ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബിൽ നിങ്ങൾ എത്തിച്ചേരുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.